എൻ്റെ കഥാപുസ്തകത്തിൻ്റെ കഥ. കൊച്ചേട്ടൻ്റെ കഥ. പ്രിയ DCL കുടുംബാംഗങ്ങളെ, ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ പ്രഭാത് പബ്ലിക് ലൈബ്രറി ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നു മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല, വായിച്ചു കഴിഞ്ഞവരോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ പൂർത്തീകരിക്കുന്നു. ഒരാഴ്ച പുസ്തകമെന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത്. ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയും ഉണ്ടായിരുന്നു. ആച്ചാച്ചൻ എന്നു ഞങ്ങൾ വിളിക്കുന്നത് അപ്പൻ ഏറെ ഇഷ്ടം യാത്രാവിവരണങ്ങളും ചിന്താഭാരങ്ങളുമായി നോവലുകളുമായിരുന്നു. അച്ചാച്ചൻ്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച 4 പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതയിലെ നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം ബന്ധിച്ചു. എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളുടെ അച്ചാച്ചൻ ചോദിച്ചിരുന്നു. ബഷീറിൻ്റെ ബാല്യകാല സഖിയും സത്യനന്ദിക്കാടിൻ്റെ ജോസിൻ്റെ ബാബുമോനും ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യ കൃനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പു കരഞ്ഞു. എത്ര ദിനാന്തരങ്ങൾ. വേളൂർ കൃഷ്ണൻകുട്ടി, തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. എന്നാൽ മുതിർന്നവരെ പോലെ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ്, ഞങ്ങളുടെ അച്ചാച്ചൻ, ഒരു ഒന്നാന്തരം കഥാപുസ്തകമാണ് എന്ന്. അപ്പൻ എടുത്തിരുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്കു ബാല്യകാല സാഹിത്യമായിരുന്നു. മല്ലനും മാധവനും കുരങ്ങനും മുതലയും പോലീസും രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ. കൗമാരത്തിലെ ശരിയായ തീരുമാനങ്ങൾ തെറ്റായി എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയും ഫാൻഡിയും മാൻഡ്രേക്കും ഡിറ്റക്റ്റീവ് മഹേഷും CID പുഷ്പരാജുമൊക്കെ ഇരുന്നു ഞങ്ങളുടെ അപ്പൻ. ഞങ്ങളുടെ എല്ലാ തട്ടുപ്പും വെട്ടുപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ. ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്കർ ഹൂട്ടോയുടെ പാവങ്ങളിൽ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി. പിന്നെ മക്കൾക്കു പഠിക്കാനായി സ്വന്തം അസ്ഥികൂടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിനെ ശിക്ഷാവിധിക്കനായി. ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല, ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ, ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ ക്ഷമിക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളെ സ്വന്തം ശരീരവും രക്തവും നിറക്കുറവെ മാത്രം എന്നു പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും കുരിശുഭാരം ചുമന്ന് ഞങ്ങളെ ജീവനുണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി. 2026 ജനുവരി 17 ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി. ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കഥയെല്ലാം വായിച്ച അഭിപ്രായം അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തെറ്റില്ലാതെ പുസ്തകമാണ്. അപ്പച്ചൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിതഗന്ധം എൻ്റെ ജീവിതത്തിന് സുഗന്ധമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനും വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ, ആ ജീവിതത്തിലെ ആവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം. സ്നേഹത്തോടെ, സ്വന്തം കൊച്ചേട്ടൻ.